ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മലേഷ്യ വ്ളോഗ് 2 ആണ്. ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി ഒരു ഹോട്ടലിൽ പോയി ഏർലി ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ 4 ദിവസം നിൽക്കാൻ പോകുന്ന ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാനാണ്. അപ്പോൾ ഒരു 45 മിനിറ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേരാണ് ദ ഫേസ് 2 ബൈ കിമീറോ. പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഞാൻ ഫോട്ടോയിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൈരളി ട്രെയിൽസിൻ്റെ പാക്കേജാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ പ്രീമിയം പാക്കേജാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടാണ് 5 സ്റ്റാർ ഹോട്ടൽ അവർ തന്നേക്കുന്നത്, അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലാണ്. എന്തായാലും ട്രിപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹോട്ടലിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ലോബി കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ലക്ഷറിയസ് ലുക്കായിരുന്നു. ഞാൻ ചുറ്റിനും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, വല്ല മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ ഉണ്ട്, പക്ഷെ ആരും കണ്ടില്ല. കൊറിയക്കാരും ചൈനീസും പിന്നെ USA അങ്ങനെയുള്ള കൺട്രിയിലെ ആൾക്കാരായിരുന്നു അവിടെ. മലയാളീസ് കുറവായിരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ലോബി വരുന്നത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിലൊരു റൂം ടൂർ ചെയ്തിട്ടുണ്ട്. റൂമിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബിഗ് മിററാണ് കാണുന്നത്, ഒരു 3 ഇത് വരുന്ന മിറർ. പിന്നെ ഈ ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പലും ഷൂസൊക്കെ വെക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ 4 പേരാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒരു സ്യൂട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതായത് ഒരു Airbnb പോലെ 2 റൂമും കിച്ചണും അതുപോലെ തന്നെ ഹോളൊക്കെ വരുന്ന ഒരു റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചണായിരുന്നു. അതിൽ തന്നെ ഫ്രിഡ്ജും ഓവനും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള. പിന്നെ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട പാത്രങ്ങളും നൈഫ് അതുപോലെ തന്നെ സ്പൂണ് അങ്ങനത്തെ എല്ലാം, കപ്പ് ഗ്ലാസ്, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഷ് വാഷർ കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഹോള് വരുന്നത്. നല്ല അടിപൊളി പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടാണ്. എനിക്ക് ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഒരു ലാമ്പ്. പിന്നെ ഒരു വലിയ വാർഡ്രോബ് ഉണ്ട്. അതുകൂടാണ്ട് ഒരു ഓഫീസ് ടേബിൾ പോലെ, ഒരു ഓഫീസ് ടേബിളും അതുപോലെ തന്നെ ഒരു എർഗണോമിക് ചെയറും കൂടി വരുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഈ ഒരു ഇതൊക്കെ നിങ്ങൾ നോക്കി നോക്ക്, നല്ലൊരു ഗോൾഡൻ കളറിൽ ഇവരെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സോഫ സെറ്റാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ടർക്കോയിസ് ബ്ലൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ റൂമിൽ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. നേരെ നമുക്ക് ഇവിടുത്തെ ഒരു ടവറാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ട്വിൻ ടവറും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. കയറി വരുമ്പം തന്നെ ഈ ഒരു പെയിൻറ്റിങ് ആണ്. ഇതെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നെ ഇതാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യമായിട്ടുള്ള ടോയ്ലറ്ററീസും ബ്രഷ്, പേസ്റ്റ്, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസറും ഷാമ്പുവും ഒക്കെ, ബോഡി വാഷ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബാത്ത് റൂം ഏരിയയും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് ലിറ്റിൽ ബെഡാണ്, ഹെഡ് റെസ്റ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വാർഡ്രോബും അതുപോലെ തന്നെ സൈഡ് ടേബിൾസും വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സോഫ പോലത്തെ ഒരു കുഷ്യനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടൽ 3 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകണം. ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൂം ടൂർ ഞാൻ രാത്രിക്കാണ് എടുത്തത്, അതുകൊണ്ടാണ് കേട്ടോ ഇരുട്ടായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാൻ പോകണം. ഹോട്ടലിൽ തന്നെ അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു സംഭവം അധികം ഫോറിൻ കൺട്രീസിലുള്ളതാണ്. നമ്മുടെ നാട്ടിലും കൂടി ഇത് വേണമായിരുന്നു. നമുക്കിപ്പോൾ അപ്പുറത്തോട്ട് കിടക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ കളർ ലൈറ്റ് കത്തും. അതായത് ഒരു മനുഷ്യൻ്റെ രൂപമായിരിക്കും. അപ്പോൾ ആ സമയത്ത് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും. അല്ലാതെ നമ്മളെ നാട്ടിലില്ല പോലെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ കുലാലംപൂർ സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് മുകളിലേക്കൂടെ പോകുന്നത് മോണോറെയിലാണ്. താഴെ അതുപോലെ റോഡും. പിന്നെ ഈ സൈഡിൽ കാണുന്ന ബ്ലൂ കളർ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈസിക്കിളിന് പോകാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറച്ച് മലായ് ക്യൂസീൻസ് കിട്ടുന്ന ചെറിയ ഒരു റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഫസ്റ്റ് ഡേ തന്നെ മലേഷ്യൻ ക്യൂസീൻ കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വരുമ്പോഴേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ഡിഷ് എന്ന് പറയുന്നത് നാസിൽ ഹമ്മാക്ക്, അതുപോലെ തന്നെ നാസി ഗൊറാങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതെന്തായാലും കഴിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ എന്തായാലും നമുക്ക് നോർമലായിട്ട് എന്തെങ്കിലും ഇന്ത്യൻ ക്യൂസിൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി നമ്മൾ അടുത്ത് തന്നെ അയച്ചൊരു മാൾ ഉണ്ടായിരുന്നു. അപ്പം മോളിൻ്റെ ഉള്ളിൽ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതാണ് പഞ്ചാബി റെസ്റ്റോറൻറ്റ് വരുന്നത്. ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു അങ്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കയറിയതല്ല. എനിക്ക് ഇവരുടെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളർ കോമ്പിനേഷനല്ല, ഈ റെഡും ഗോൾഡൻ കളറൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ആലു പൊറോട്ടയും പനീർ ബട്ടർ മസാലയും ഒരു ചിക്കൻ ഹണ്ടിയും പിന്നെ നാനും ആയിരുന്നു. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. പിന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ ലിഫ്റ്റ് സർവീസിൻ്റെ സംഭവം വരുന്നത്, നമ്മൾ ലിഫ്റ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ കാർഡ് സ്കാൻ ചെയ്യണം. അതിന് ശേഷം വേണം നമ്മുടെ ഫ്ലോർ നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മലേഷ്യ അല്ലെങ്കിൽ ഏത് കൺട്രിയിൽ പോയാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാൻ പാടില്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ ഫുഡ് വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കയറിയിട്ടുണ്ടായത്. പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6:30-7 മണിയായപ്പോൾ നമ്മുടെ ഗൈഡ് ഡ്രൈവർ പിക്ക് ചെയ്യാൻ വന്നു. ഇന്ന് 2 സ്ഥലത്ത് പോകാനുണ്ട് നമുക്ക്. ഒന്ന് ജലനലോർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് സ്ട്രീറ്റും പിന്നെ ബുക്കിറ്റ് ബിൻടാങ്ങിൽ ഒരു പവലിയനും കാണാൻ പോകാനുണ്ടായിരുന്നു. പക്ഷേ മഴ നമ്മൾ നല്ല രീതിയിൽ ചതിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് മലേഷ്യയിൽ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൂർ പാക്കേജ് എടുത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ഒരു മോളിനകത്ത് കൊണ്ടാക്കി. ബുക്കിറ്റ് ബിൻടാങ്ങിലെ പവലിയൻ, അതിൽ വരുന്നത് ഫുൾ ഫുഡ് ഐറ്റംസ് ആണ്. ഞാനൊരു ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു. ഇതിനൊക്കെ അത്യാവശ്യം 500-600 റേറ്റാണ് വരുന്നത് നമ്മുടെ നാട്ടിലത്തെ. അതായത് ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് 30 റിങ്കറ്റ്, അങ്ങനെ 36 റിങ്കറ്റ് അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ പൈസ എന്ന് പറയുന്നത് 600 റുപ്പീസ് വരും. ഒരു റിങ്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ 20 രൂപയാണ്. 20.9 രൂപയാണ് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാ ടോപ്പ് റേറ്റഡ് ബ്രാൻഡ്സും ഉണ്ടായിരുന്നു. ആനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കേക്ക് ഐറ്റംസ്, ബ്രെഡ് ഐറ്റംസ്, പിന്നെ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ വരുന്നത്. പിന്നെ ചൈനീസ് ക്യൂസീൻസ്, മെക്സിക്കൻ ക്യൂസീൻസ്, ഇന്ത്യൻ എല്ലാ ടൈപ്പ് ക്യൂസീൻസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ വാട്ടർ മെലൺ എന്ന് പറയുന്നത് നമ്മളെ വത്തക്ക പോലെയല്ല, ഭയങ്കര വലിയ സൈസായിരുന്നു. പിന്നെ ഇതിനകത്ത് ടോപ്പ് റേറ്റഡ് ബ്രാൻഡായിട്ടുള്ള കുറേ ലൂയിസ് വിറ്റോണും ഗൂച്ചിയും പ്രാഡയും പിന്നെ മേക്കപ്പ് ബ്രാൻഡ്സായി ബോബി ബ്രൗണും എസ്റ്റീ ലോഡറും അങ്ങനെ കുറേ ബ്രാൻഡ് ഉണ്ടായിരുന്നു. വിൻഡോ ഷോപ്പിംഗ് ചെയ്യാമെന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നല്ല റേറ്റുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നു. അതിനുശേഷം നമ്മൾ റൂമിലോട്ട് പോയി. പിന്നെ മഴയുണ്ടായിരുന്നു കുറേ നേരം. മഴ കുറഞ്ഞതിന് ശേഷം ഞാനും നിഖിലേട്ടനും ട്വിൻ ടവർ കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയായിരുന്നു. അമ്മയും അമ്മേൻ്റെ സിസ്റ്ററും വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം രാത്രി 11 മണിയായിട്ടുണ്ട്. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അടുത്തുനിന്ന് ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ നടക്കാനുള്ള ദൂരമുള്ളൂ ട്വിൻ ടവറിലോട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്ന പോലൊന്നുമല്ല, ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ട്വിൻ ടവർ, പെട്രോണാസ് ടവർ അല്ലെങ്കിൽ KLCC ടവർ, ഇങ്ങനെ 3-4 പേരുണ്ട് ഇതിന്. ഇത് മലേഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. 451.9 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ട്വിൻ ടവർ എന്ന് പറയാൻ കാരണം 2 ബിൽഡിങ്ങും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ താഴെ ഭാഗത്ത് വരുന്നത് ഒരു ഷോപ്പിംഗ് മോളാണ്. ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക എൻട്രി ടിക്കറ്റ് കൊടുക്കണം. നമ്മുടെ പാക്കേജിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല. മിക്ക പാക്കേജസിലും അത് ഇൻക്ലൂഡഡ് അല്ല, നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ 1000 റുപ്പീസാണ് വരുന്നത് നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ നിന്നാണ് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഫോട്ടോ എടുത്തുതരാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്. അവർ ചാർജ് ചെയ്യുന്നത് 10 റിങ്കറ്റാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ 200 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ കണ്ടിട്ട് നമ്മൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് തായ്ലൻഡിനെ പോലെ അത്ര ഒരു നൈറ്റ് ലൈഫ് മലേഷ്യയിലില്ലാന്ന്. കാരണം തായ്ലൻഡിൽ നമ്മൾ പോയ സമയത്ത് 24 hours ഓപ്പൺ ആയിട്ടുള്ള ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ ലേസും ബിങ്കോ ഒക്കെ പോലെ ഇവരുടെ നാട്ടിലെ എല്ലാ ചിപ്സ് ഐറ്റംസും പ്രോൺസ് ഫ്ലേവേർഡാണ്. മിക്കതും ഉണക്കമീനൊക്കെ കൊണ്ട് ഉണ്ടാക്കിയത്. എനിക്ക് തോന്നി ഇവർക്ക് ഫിഷ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ലേസിനും ബിങ്കോവും പിന്നെ ഇവിടുത്തെ ചിപ്സിനൊക്കെ നമ്മുടെ നാട്ടിൽ 200-300 റുപ്പീസാണ് വരുന്നത്. പിന്നെ നമ്മൾ ആപ്പിൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിളിൻ്റെ 4 7 റിങ്കറ്റാണ് വരുന്നത്. 7 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 150 അങ്ങനെ റേറ്റാണ് വരുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി കുറച്ച് നേരം TV ഒക്കെ കണ്ടിട്ട് ഫുഡ്
ഫുഡൊക്കെ കഴിച്ചിങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇനിയും മലേഷ്യൻ വ്ളോഗ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.